പ്രശാന്ത് ഏട്ടാ, നീ എവിടെ ഒരുങ്ങിയിരുന്നടാ? നിന്റെ ഹെൽമെറ്റ് എവിടെ? ഹെൽമറ്റ് ധരിക്കാതെയുള്ള ഇരുചക്ര വാഹന യാത്ര ശിക്ഷാർഹമാണ്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവരെ പോലെ പിൻസീറ്റിൽ യാത്ര ചെയ്യുന്നവരും ഹെൽമറ്റ് ധരിക്കണം. ഇല്ലെങ്കിൽ പിഴ 500 രൂപ. മനസ്സിലായോ സാറേ? ഓ ഞാനേ എൻ്റെ ഹെൽമെറ്റ് എടുത്തിട്ട് വരാം. ഓഹോ, അപ്പൊ നിന്റെ ഹെൽമെറ്റ് ഉണ്ട്? ആ ചേട്ടാ, എൻ്റെ ഉണ്ട് എനിക്ക്. പക്ഷേ ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്കൊക്കെ ഒരെണ്ണം വാങ്ങണം. എന്നാ നമുക്കൊരു ഗംഭീര ഹെൽമെറ്റ് വാങ്ങിച്ചേക്കാം. ഗംഭീരമൊന്നും വേണ്ട, ലോക്കൽ മതി. ലോക്കലാ? ആ ലോക്കല്. അല്ല മോനെ, തലയാണ് പ്രധാനം, അല്ലാതെ ഫൈൻ അല്ല കേട്ടോ. അതിലൊക്കെ ISI മാർക്കുണ്ട് കേട്ടോ, അതൊക്കെ മതി. നോക്കാം. ഇത് 400 രൂപ ISI ഇല്ലാത്തത്, ഇത് ISI ഉള്ളത്. ഇതെത്ര? 600 രൂപ. 600. നീ ഏതെടുക്കുന്നത്? തെറ്റ് വരാതിരിക്കുക ഇത് പോരെ, ഇതാകുമ്പോൾ വിലയും കുറവാണ്, കാര്യവും നടക്കും. എനിക്കിത് സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല. നമുക്കിതിനകത്തൊരു വിദഗ്ധ അഭിപ്രായം തേടുന്നതല്ലേ നല്ലത്. റോഡ് സേഫ്റ്റി രംഗത്തെ വിദഗ്ധനാണ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ PM ഷാഹിദ് സാറ്. ഷാഹിദ് സാറിന് പറയാൻ പറ്റും. ഷാഹിദ് സാറ് പെറ്റി ഒഴിവാക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഈ നമ്മൾ ഈ ലോക്കലി റോഡിലൊക്കെ ഇട്ട് വിൽക്കുന്ന ഹെൽമെറ്റ് അത് ക്വാളിറ്റി ഉള്ളതാണോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ISI ഇതാണ്. അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ടാവും 4151 എന്നുള്ള ആ സ്റ്റാൻഡേർഡുള്ള ഇതുണ്ടാവും. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് തന്നെ കുറേ അധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒന്ന്, ഇതിൻ്റെ ഔട്ടർ ഷെല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് റൗണ്ടായിരിക്കണം, അത് മെറ്റലായിരിക്കണം. ആ മെറ്റൽ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളതെന്ന് പറയുന്നുണ്ട്. താഴെ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട് സ്ട്രെങ്തിനെ കൂടി പറയുന്നുണ്ട്. എന്നാൽ ഇത് വെയിറ്റ് കൂടാനും പാടില്ല. ഈ പറയുന്ന ചിൻ സ്ട്രാപ്പിന് വരെയും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ടാണ് ഈ വൈസർ. ഇതിൽ ഒരിക്കലും സ്ക്രാച്ച് വീഴാൻ പാടില്ല. അതുമാത്രമല്ല, മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഇതിന് വൈപ്പർ വയ്ക്കണമെന്ന് തമാശയായിട്ടുകളുണ്ട്. പക്ഷേ ഇതിൽ വൈപ്പർ വയ്ക്കാതെ തന്നെ വെള്ളം ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കാതെ മൂവ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഇതായിരിക്കണം. ഇത് പൊട്ടി തെറിച്ച് കണ്ണിക്കൊള്ളരുത്. ഇത് അടച്ചിടുമ്പോൾ കേൾവിക്ക് തടസ്സം വരാൻ പാടില്ല. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യണം. ഇത് വെച്ചത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാപ്പ് ഇടുക എന്നുള്ളത്. നമ്മളിപ്പോൾ പലപ്പോഴും ഇത് വയ്ക്കുന്ന ഒരു സ്ട്രാപ്പ് വെറുതെ പിടിച്ചിടുക, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട്. വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് നല്ല ടൈറ്റാണ്. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ വിരല് കയറുന്ന ഗ്യാപ്പിൽ അത്രയും ടൈറ്റ് ആവണം, അല്ലെങ്കിൽ ഇത് തെറിച്ചു പോകും. ഇത് നമ്മൾ തലയിൽ വെച്ചിന്, ഇതിപ്പോൾ എനിക്ക് ലൂസാണ്. ഈ ഹെൽമെറ്റ് എൻ്റെ തലയുടെ സൈസിനേക്കാൾ വലുതാണ്. അപ്പോൾ എനിക്കിത് വെച്ചുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. കാരണം എൻ്റെ തലയിൽ നിന്ന് ഇനി ചിൻ സ്ട്രാപ്പ് ഇട്ടാലും താഴ്പോകും. ഇതിപ്പോൾ അനക്കൊന്നുമില്ല, ഷെയ്ക്കൊന്നുമില്ല. അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഹെൽമെറ്റ് വെച്ചതിന് ഗുണം കിട്ടുള്ളൂ. ഇതിപ്പോൾ ആകെ പണിയായല്ലോ. എന്തായാലും നിങ്ങളുടെ ഹെൽമെറ്റ് ലൂസാണ്. എന്നാൽ പിന്നെ നമുക്ക് രണ്ടുപേരുടെ പോയിട്ട് ISI ഉള്ള ഒരു ഹെൽമെറ്റ് അങ്ങ് വാങ്ങിച്ചാലോ? ഒരു സ്ട്രോങ് ഹെൽമെറ്റിന് വാങ്ങിക്കാം. പിന്നല്ല. അപ്പോൾ നമ്മുടെ തലയാണ് പ്രധാനം, ജീവനാണ് പ്രധാനം, അല്ലാതെ പെറ്റി അല്ല. ക്യാമറമാൻ സജീവകുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.